ഏറ്റവും കൂടുതൽ ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മളെ കസ്റ്റമേഴ്സിനാണ്. ഒരു 50,000 രൂപ ഇറക്കാൻ പറ്റും. 50,000 രൂപക്ക് ഇറക്കാം, അതും ലോ കിലോമീറ്റർ ഓടിയുള്ള ഒരു കിള്ളം വണ്ടിയില്ല. ബൈബാക്ക് ഗ്യാരണ്ടി ഇല്ല. അതായത് നമ്മളേക്കുന്ന ഒരു വാഹനം വാങ്ങിയിട്ട് 10 വർഷം കഴിഞ്ഞതിന് ശേഷം അത് ടോട്ടൽ ലോസോ ഫ്ലഡോ ആണെന്ന് അറിയാന്നുണ്ടെങ്കിൽ ഇന്ന് വിറ്റ് അതേ വിലക്ക് നമ്മൾ തിരിച്ചെടുക്കുന്നില്ല. വിത്ത് എഗ്രിമെന്റിൽ വാറണ്ടിയിലാണ് നമ്മളിത് ചെയ്യും. എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഡൗൺ അസിസ്റ്റൻസ് മുതൽ ലേബർ, അതേ സ്പെയർ പാർട്സ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വാറണ്ടി പാക്കേജ് നമ്മൾ കൊടുക്കും. അതായത് 3 ലക്ഷം രൂപ വരെ ക്യാഷ് ബാക്കില്, അതും കമ്പനി വാറണ്ടി പ്ലസ് വെറും 13,000 കിലോമീറ്റർ മാത്രമായിട്ടുള്ള വാഹനം. സോ നമുക്ക് വേണ്ടവർക്ക് നമുക്കൊരു ചെറുവാഹനത്തിലുള്ള പൈസയും കൂടി കൂടെ കൊണ്ടുപോകാന്നുള്ളതാണ്. അതും നമുക്ക് അത്രയും ഫീച്ചർ ലോഡായിട്ടുള്ള വാഹനം. 10 ലക്ഷത്തിന് താഴെ ഒരു SUV നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പ്ലസ് നമുക്ക് ഫുൾ ലോണും അല്ലെ, ഫുൾ എമൗണ്ട് ലോൺ, ഇതും ഫുൾ ലോണ്. വെറും 10,000 ആണ്. അതും കമ്പനി വാറണ്ടി ഉണ്ട്. ഒരു 5 മാസം മാത്രമായിട്ടുള്ള വണ്ടിയാണ്. ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള മോഡൽ അത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. 2 ലക്ഷം രൂപ വരെ ക്യാഷ് ബാക്ക് 27 വരെ ഇത് ഇതിന്റെ പ്രിവിലേജ് ഉണ്ട്. അതായത് ഫ്രീ സർവീസ് വരെ ഫ്രീ ആണ്. ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. അത് ഒറിജിനൽ കേരള ഫുൾ ഹിസ്റ്ററിക് അവൈലബിൾ ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം. 21 മോഡൽ സിംഗിൾ ഓണർഷിപ്പില് ഇങ്ങനത്തെ കാറുകളൊന്നും ശരിക്കും ഡീസലിൽ വാങ്ങാൻ കിട്ടാൻ വളരെ റയറായിട്ട് കിട്ടുള്ളൂ. ഫ്രണ്ട്സ്, ഇന്ന് നമ്മള് വീണ്ടും നല്ലൊരു കളക്ഷന് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 0 ഡൗൺ പേയ്മെന്റിൽ ഒത്തിരി ക്വാളിറ്റി ഉള്ള കാറുകൾ ഇവിടുന്ന് കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും നല്ല അട്രാക്ഷന്. പിന്നെ നമ്മൾ പുതിയ കാർ എടുക്കുന്ന പോലെ നമുക്ക് ഈവൻ ബ്രേക്ക് ഡൗൺ ആയാൽ പോലും നമുക്ക് പുതിയ കാറിന്റെ പോലെ വാറണ്ടി കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോറൂമാണ്. സോ നമ്മൾ എന്നും നമുക്ക് ഇവിടെ വീഡിയോ ചെയ്യുന്നതാണ്. സോ പുതിയ കുറച്ച് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ നല്ലൊരു അടിപൊളി ഷോറൂമാണ്. അതും നമുക്ക് RTO അപ്രൂവ്ഡ് ആയിട്ട് നമ്മൾ കേരള സർക്കാരിൻ്റെ അതേപോലെ കേന്ദ്രത്തിന്റെ പുതിയ വെഹിക്കിൾ റൂള് കാര്യങ്ങളും എല്ലാം അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കിള്ളം ഷോറൂം കൂടിയാണ് നമുക്ക് മാനൂസ് കാർ വേൾഡ്. അപ്പൊ ഇന്ന് മാനുക്ക തന്നെയാണ് നമ്മളെ കൂടെ ഉള്ളത്. അപ്പൊ മാനുക്ക, നമുക്ക് വീണ്ടും ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓതറൈസേഷൻ കാര്യങ്ങളൊക്കെ വലിയൊരു ഘടകമാണ്. നമുക്ക് ഓതറൈസേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ മാനുക്ക? നമ്മളെ കിട്ടിയിട്ടുണ്ട്. ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ടല്ലോ, ഓതറൈസ്ഡ് ഡീലറോട് മാത്രമേ ഇനി വാഹനം വാങ്ങാനും വിൽക്കാനും പാടുള്ളൂ എന്നുള്ള ഗവൺമെന്റ് തന്നെ ഒരു പുതിയ ഇത് വന്നിട്ടുണ്ട്. സോ നമുക്ക് അപ്പൊ എന്തെങ്കിലും പരാതി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സർക്കാരിന്റെ ഈ ഒരു മാനദണ്ഡം ഒക്കെ ഒരു ഘടകമായിരിക്കും അല്ലേ? കാരണം എലിജിബിൾ ആയ ആളുകൾക്ക് മാത്രമേ ഗവൺമെന്റ് ഇത് ലൈസൻസ് കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഇനി ആളുകൾ നമുക്ക് ഒരു ട്രസ്റ്റ് അല്ലാതെ ഷോറൂമിൽ പോവുകയാണെങ്കിൽ ഇൻ കേസ് പ്രോബ്ലംസ് വന്നാൽ നമുക്ക് നിയമപരമായിട്ടൊക്കെ സാധുക്കൊക്കെ നേരിടാൻ പറ്റും. അതൊക്കെ നമുക്ക് നമ്മളൊരു കസ്റ്റമർ പ്രൊട്ടക്ഷൻ മാക്സിമം അപ്രൂവ് ആയിട്ട് ഷോറൂമുകളിൽ നിന്ന് നമ്മൾ ശരിക്കും എന്താ അറിയോ, ഇത് ഈ ഷോറൂമിനെ അതായത് ഞങ്ങളെയൊക്കെ ഇപ്പൊ റെക്കഗ്നൈസ് ചെയ്തു, അത് ഓക്കെ. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മളെ കസ്റ്റമേഴ്സിനാണ്. കാരണം എന്താണെന്ന് വെച്ചാല് സാധാരണ അവർ ഒരു വാഹനം വാങ്ങുന്ന സമയത്ത് ഒരു വൈറ്റ് പേപ്പറിൽ അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് പ്രിന്റ് പേപ്പറിൽ മാത്രമേ എഗ്രിമെന്റ് എഴുതി കൊടുത്തിരുന്നത്. പക്ഷെ മാനൂസ് കാർ വേൾഡ് അന്നും ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു സെയിൽ ഡീഡിലാണ് നമ്മൾ കൊടുത്തിരുന്നത്. ഇനിയിപ്പോൾ ആയിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ എല്ലാ മാനദണ്ഡം പാലിച്ചുകൊണ്ടുള്ള ഒരു ഡീഡാണ് ഇത് ചെയ്യുന്നത്. അതായത് നിങ്ങൾ വാഹനം വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ പേരിലേക്ക് നേരിട്ട് മാറ്റാനുള്ള ഗവൺമെന്റിലേക്ക്, അതായത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡയറക്റ്റ് ആക്സസ് നമുക്ക് ലഭിക്കുകയാണ്. അതോടുകൂടി തന്നെ നമ്മൾ ഗവൺമെന്റിന്റെ ഒരു പാർട്ടായി, അതായത് കസ്റ്റമറുകളുടെ ഒരു പാർട്ടായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ഓതറൈസ്ഡ് സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു അംഗീകാരം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിനൊക്കെ പുറമെ നമുക്ക് ആദ്യമേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഫോർമാറ്റിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞ കാരണം എഗ്രിമെന്റിൽ വാറണ്ടി ആയിരുന്നു ടോട്ടൽ ലോസ് ഫ്ലഡ് വാഹനങ്ങൾക്ക് അല്ലെ? അതെ, അത് മാനൂസ് കാർ വേൾഡ് സ്വന്തം കൊടുക്കണം. അതായത് നമ്മൾ ടോട്ടൽ ലോസ് ഫ്ലഡ് അതേപോലത്തെ RC ഇഷ്യൂസ് ഉള്ള വാഹനങ്ങൾ വാങ്ങാറില്ല, വിൽക്കാറില്ല. അത് 100% ഗ്യാരണ്ടിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ബൈബാക്ക് ഗ്യാരണ്ടിയില്ല. അതായത് നമ്മളേക്കുന്ന ഒരു വാഹനം വാങ്ങിയിട്ട് 10 വർഷം കഴിഞ്ഞതിന് ശേഷം അത് ടോട്ടൽ ലോസോ ഫ്ലഡോ ആണെന്ന് അറിയാന്നുണ്ടെങ്കിൽ ഇന്ന് വിറ്റ് അതേ വിലക്ക് നമ്മൾ തിരിച്ചെടുക്കുന്നില്ല. വിത്ത് എഗ്രിമെന്റിൽ വാറണ്ടിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു പുതിയ സ്കീം ഇപ്പൊ നിലവിൽ റൺ ചെയ്യുന്നുണ്ട്. നമ്മൾ 2-3 വീഡിയോയിൽ പറഞ്ഞതാണ്. കേൾക്കാത്തവരായിട്ട് നമുക്ക് അത് അറിയാത്തവർക്കായിട്ട് മാനുക നമ്മൾ ആ ഒരു വാറണ്ടി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാണെങ്കിൽ, അതായത് 1 വർഷം വരെ വാറണ്ടി, നിങ്ങൾ ഇത് മാനൂസ് കാർ വേൾഡിൽ നിന്ന് വാങ്ങുന്ന വാഹനത്തിന് 1 വർഷം വരെ വാറണ്ടി ഉണ്ട്. ആ വാറണ്ടിയിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഡൗൺ അസിസ്റ്റൻസ് മുതൽ ലേബർ, അതേ സ്പെയർ പാർട്സ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വാറണ്ടി പാക്കേജ് നമ്മൾ കൊടുക്കും. സോ നമുക്ക് ടെൻഷൻ വേണ്ട, ലേബർ കോസ്റ്റ് വരെ ഫ്രീ ആണെന്നുള്ളതാണ്. അപ്പൊ മാർഗം നമ്മൾ ലൊക്കേഷൻ കൂടെ പറഞ്ഞാൽ നമുക്ക് നേരെ നമുക്ക് ഓക്കെ. ലൊക്കേഷൻ തന്നെ മലപ്പുറം ജില്ലയിലെ വെള്ളുവമ്പ്രം, അതായത് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് കറക്റ്റ് 12 കിലോമീറ്റർ, മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് 10 കിലോമീറ്റർ, അതേ മഞ്ചേരി ടൗണിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് 10 കിലോമീറ്റർ, കോഴിക്കോട് ടൗണിൽ നിന്നും 40 കിലോമീറ്റർ താഴെയായിട്ട് മാനൂസ് കാർ വേൾഡ്. ഗൂഗിൾ മാപ്പ് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഞങ്ങളുടെ ലൊക്കേഷൻ അവൈലബിൾ ആണ്. മാർഗം നമുക്ക് പുതിയ ഫുൾ ഓണുള്ള ഒത്തിരി കളക്ഷൻസ് ആണെന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്.
സോ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു MG യുടെ ഒരു കിടിലൻ വാഹനമാണ്. അതും പനോരമിക് സൺറൂഫ് അടക്കം വരുന്ന MG യുടെ ആസ്റ്റർ. അത് നല്ല പ്യൂർ വൈറ്റിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. ഒന്നും ചെയ്യിക്കാനില്ല, നേരെ ഫ്യൂൽ അടിക്കാൻ പോവാ. ഇത് ഇപ്രാവശ്യം വന്നിട്ടുള്ള കൂടുതൽ ലോ മൈലേജ്, ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനങ്ങളാണ്. അതായത് ഇത് വെറും 13,000 കിലോമീറ്റർ ഓടിയ 2021 മോഡലാണ്. വെറും 13,000 കിലോമീറ്റർ. അത് നമുക്ക് 21 മോഡലും കൂടിയാണ്. ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ, ഏറ്റവും ടോപ്പ് എൻഡ് പനോരമിക് സൺറൂഫ്. MG എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫീച്ചേഴ്സിന്റെ കാര്യത്തില് പറയാൻ വേണ്ട. പിന്നെ MG റോബോട്ട് കൂടി ഇതിൽ വരുന്നുണ്ട്. അത്രയും പക്ക പിന്നെ ഫീച്ചർ ലോഡർ ആയിട്ടുള്ള ഒരു വാഹനം. അത് നമുക്ക് വെറും 13,000 കിലോമീറ്റർ. നമുക്ക് ഓൺഷിപ്പ് അപ്പൊ സിംഗിൾ ആണോ? സിംഗിൾ ഓൺഷിപ്പ്, ലോ കിലോമീറ്റർ. അപ്പൊ വാറണ്ടി നമുക്ക് ഷോറൂം വാറണ്ടി തന്നെ പറയാൻ പറ്റുന്ന വാറണ്ടിയിലുള്ള വാഹനം അല്ല. അപ്പൊ നമുക്ക് അത്രയും പക്ക ആയിട്ടുള്ള വാഹനം. നമുക്ക് ഫ്യൂല് ഡീസൽ അല്ല വരുന്ന, പെട്രോൾ ആണ്. സോ നമുക്ക് ഫീച്ചേഴ്സ് സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്നുണ്ട്. അത്യാവശ്യം മൈലേജും ഫീച്ചേഴ്സും നമ്മൾ കൊടുക്കുന്ന ക്യാഷിനേക്കാൾ വാല്യൂ ഉണ്ട് തന്നെ പറയാലോ. നമുക്ക് എത്രയാണ് മാനുവ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇതിലൊക്കെ നമ്മൾ ചെറിയൊരു പ്രൈസിന്, അതായത് 10,80,000 രൂപക്ക് കൊടുക്കാൻ പറ്റും. 13 ലക്ഷം 14 ലക്ഷം ലോണും അവൈലബിൾ ആയി. അതായത് 3 ലക്ഷം രൂപ വരെ ക്യാഷ് ബാക്കില്, അതും കമ്പനി വാറണ്ടി പ്ലസ് വെറും 13,000 കിലോമീറ്റർ മാത്രമായിട്ടുള്ള വാഹനം. സോ നമുക്ക് വേണ്ടവർക്ക് നമുക്കൊരു ചെറുവാഹനത്തിലുള്ള പൈസയും കൂടിയും കൂടെ കൊണ്ടുപോകാന്നുള്ളതാണ്. അതും നമുക്ക് അത്രയും ഫീച്ചർ ലോഡ് ആയിട്ടുള്ള വാഹനം. 0 ഡൗൺ പേയ്മെന്റ്. പുതിയ വാഹനത്തിന് 19 ലക്ഷം രൂപ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം 9 ലക്ഷം. ഇതിന് ഇനി ഒരു 4-5 വർഷം കൊണ്ട് വരാനുള്ള ഡിപ്രീസിയേഷൻ ഇപ്പോൾ വന്നു കഴിഞ്ഞു. അതിന് അടുത്തെല്ലാം എടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ലോസ് ഒന്നും വരില്ല. സെയിം എമൗണ്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ അല്ലേ. ഇത് വീണ്ടും നമുക്ക് മറ്റൊരു കിള്ളം SUV തന്നെയാണ്, നമ്മുടെ സ്വന്തം ക്രെറ്റ. അതിന്റെ സെക്കൻഡ് ജനറേഷന്. ഇത് നമുക്ക് മാനിക ഫുൾ ഓൺ അല്ലല്ലോ വരുന്നത്. ഇത് 2019, അതായത് പെട്രോൾ. അത് വെറും 40,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. ഇതും ലോ കിലോമീറ്റർ ആണ്, 40,000 കിലോമീറ്റർ അല്ലേ. അത് നമുക്ക് പക്ക ഹൈ ക്വാളിറ്റി വാഹനം. അത് ഫുൾ ഹിസ്റ്ററിക്ക് അവൈലബിൾ അല്ല, എല്ലാം അവൈലബിൾ ആണ്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ് ആണ്. സ്റ്റിയർ മോൾഡ് കൺട്രോൾസ്, ക്രൂസ് കൺട്രോൾ, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന അടിപൊളി വാഹനം. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 9,35,000 രൂപയ്ക്ക് ഫൈനലായിട്ട് കൊടുക്കാം. അതായത് 10 ലക്ഷത്തിന് താഴെ ഒരു SUV നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പ്ലസ് നമുക്ക് ഫുൾ ഓണും അല്ല. ഇത് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിൽ വരുന്ന നമ്മുടെ ബലേനയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഫേസ് ലിഫ്റ്റ് ആണ്. സോ നമുക്ക് നല്ല എൻക്വയറി കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഹോട്ട് സെല്ലിംഗ് വെഹിക്കിൾ ആണ് അല്ലെ. അതൊരു പൊളി കളർ. എങ്ങനെയാണ് മാനിക്കത്തിന്റെ ഡീറ്റെയിൽസ്? ഇത് 2024, ഇതാകെ 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും വണ്ടി ഇറങ്ങിയിട്ട് ആകെ 5 മാസമായിട്ടുള്ളൂ. വെറും 5 മാസമായിട്ടുള്ളൂ. സോ നമുക്ക് കമ്പനി വാറണ്ടി ഉണ്ട്. കൂടാതെ തന്നെ നമുക്ക് പ്ലസ് നമുക്ക് അതും 10,000 കിലോമീറ്റർ മാത്രമുള്ള ഒരു വാഹനം, പക്ക ലോ കിലോമീറ്റർ അല്ലേ. സോ നമുക്ക് ഷോറൂം കണ്ടീഷൻ തന്നെ പറയാൻ പറ്റുന്ന ഒരു വാഹനം. സിംഗിൾ ഓൺഷിപ്പ്. എത്ര മാർഗം നമുക്ക് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇതിന് നമുക്ക് 8,45,000 രൂപ കൊടുക്കാൻ പറ്റും. 8,45. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതിന് ഫുൾ എമൗണ്ട് ലോണാണ്. ഇതും ഫുൾ ലോണ്. വെറും 10,000 ആണ്. അതും കമ്പനി വാറണ്ടി ഉണ്ട്. ഒരു 5 മാസം മാത്രമായിട്ടുള്ള വണ്ടിയാണ്. ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള മോഡൽ അല്ലേ. അത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. ഇവ നമുക്ക് പ്രൊജക്ടർ ലാംപ്സ്, കമ്പനി അലോയ്സ്, ഈ 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ടയേഴ്സ്, കാര്യങ്ങൾ എല്ലാം ഉള്ള അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ടുള്ള വാഹനം 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. ദെൻ വീണ്ടും മാറുന്ന ഒരു കിള്ളം വാഹനമാണ്. അതും വൈറ്റിൽ നമ്മളെ സിയാസ് അല്ലേ. എങ്ങനെയായിരുന്നു മാനിക്ക അതിന്റെ ഡീറ്റെയിൽസ്? ഇപ്പൊ എന്താ കൂടുതൽ ആളുകൾ ഓട്ടോമാറ്റിക് പ്രിഫർ ചെയ്യുന്നത്, ഓട്ടോമാറ്റിക് ആഗ്രഹിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ് എൻക്വയറി വരുന്നത്. ഇത് 2023 ആണ്. ഇത് വെറും 23,000 ഓടിയിട്ടുള്ളൂ. ഇതും ലോ കിലോമീറ്റർ വാഹനങ്ങളാണ്. അതെ, എല്ലാം നമുക്ക് ഇത്തവണത്തെ ഓട്ടോമാറ്റിക് കൂടിയാണ്. ZXi പ്ലസ് ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും ടോപ്പ് എൻഡില് ഓട്ടോമാറ്റിക് പ്ലസ് നമുക്ക് വെറും പക്ക ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള 23 മോഡൽ അല്ലേ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു മാനക്ക വരുന്നത്? സിംഗിൾ ഓൺഷിപ്പ് അല്ല. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 9,80,000 രൂപ. 9,80. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് ഈ വാഹനം? ഫുൾ ലോൺ. ഇതും ഫുൾ ലോൺ. ഇത് ഏറ്റവും വലിയ അട്രാക്ഷൻ ലോ കിലോമീറ്റർ. 11 ലക്ഷം രൂപ ലോണാ. 12 ലക്ഷം രൂപ വരെ. അപ്പൊ ഇത് 2 ലക്ഷം രൂപ വരെ ക്യാഷ് ബാക്ക് ഇല്ല. 2-ന് മുകളിൽ തന്നെ നമുക്ക് വണ്ടി കിട്ടില്ല. അതൊരു കിടിലൻ വാഹനമാണ്. അതും ഫുൾ ബ്ലാക്കിൽ ഒരു ഫോർഡ് എക്കോസ്പോർട്ട്. സോ അതിന്റെ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ഫേസ് കാര്യങ്ങളെല്ലാം വരുന്ന മോഡൽ അല്ലേ. എങ്ങനെയായിരുന്നു മാനിക്ക ഡീറ്റെയിൽസ്? 2018 ടൈറ്റാനിയം പ്ലസ് ആണ്. ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ടയർ സ്റ്റെപ്പിന് വരെ തൊട്ടിട്ടില്ല. അത് 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ അതെന്ന് മാത്രമല്ല, ഇതിന് ഒരുപാട് കാര്യങ്ങൾ മൂപ്പര് തന്നെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. 2027 വരെ ഇതിന്റെ പ്രിവിലേജ് ഉണ്ട്. അതായത് ഫ്രീ സർവീസ് വരെ ഫ്രീ ആണ്. നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്ന അടിപൊളി വാഹനം. പിന്നെ ഇതിന്റെ അതൊന്നുമല്ല, ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്കും ആണ്. സോ നമുക്ക് ലേഡീസിനും
പൊതുവെ നമുക്ക് എസ് യു വികളിൽ ഏറ്റവും കൂടുതൽ ലേഡീസും ചൂസ് ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ്. നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള കാറാണ്. പിന്നെ ഫോർഡിനോട് ആളുകൾക്ക് പ്രത്യേക ഒരു മമത, പിന്നെ പെർഫോമൻസും ഇതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോഴാണ് ഇതിന്റെ ഡ്രൈവിംഗ് വ്യൂ ഒക്കെ ഭയങ്കരമാണ് സാധനം. അപ്പൊ ലേഡീസ് ഒക്കെ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു വാഹനം, അത് ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക്കലി 27 വരെ വാറണ്ടി ഉള്ള വാഹനം. ഓൺഷിപ്പ് സിംഗിള്. എത്ര നമ്മൾ വാഹനമൊക്കെ ചോദിക്കുന്നത്? ഇതൊക്കെ ചെറിയ പൈസക്ക്, അതായത് 7,90,000 രൂപ. 90. അത് നമുക്ക് ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ അപ്പൊ നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. ഇത് നമുക്ക് വീണ്ടും ഒരു കിഡ്ലം സെഡാനിലേക്കാണ് പോകുന്നത്. നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് അത്രയും ഫീച്ചർ ലോഡ് ആയിട്ടുള്ള 1.6 ഒരു കിഡ്ലം വെർണ. എങ്ങനെയായിരുന്നു 2018 SX ഓപ്ഷനിൽ വരുന്ന സൺറൂഫ്, സീറ്റ് വെന്റിലേഷൻ ഒക്കെ വരുന്ന ഏറ്റവും പുതിയ പിന്നെ ന്യൂ ഷേപ്പ് പോകാൻ. ഏറ്റവും ന്യൂ ഷേപ്പ് ആണ്. ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. 1,00,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡീസൽ വണ്ടിയാണ്. സോ നമുക്ക് പെർഫോമൻസിന്റെ ഏറ്റവും നല്ല പെർഫോമൻസും മൈലേജും ഫീച്ചേഴ്സും വരുന്ന ഒരു അടിപൊളി വാഹനം. ഇത് മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ? ഇത് മാനുവൽ ആണ് അല്ലെ. 6 ഗിയർ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. സോ നമുക്ക് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു വാങ്ങിക്കാം? 1,00,000 ഫുൾ സർവീസ് സിസ്റ്റം, കമ്പനി സർവീസ് എല്ലാം പക്കായിട്ട്. നമ്മളെല്ലാം ഗ്യാരണ്ടി ആണല്ലോ. ഒരിക്കലും നമ്മൾ കിലോമീറ്റർ മറച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ മറ്റൊരു ഇത് ചെയ്തിട്ടുള്ള കച്ചവടം നമ്മൾ ചെയ്യില്ല. നമ്മൾ എല്ലാ ഇതിലും പറയാനില്ല. എത്രയാണോ കറക്റ്റ് കിലോമീറ്റർ. ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രത്യേകത വിത്ത് ഹിസ്റ്ററി അവൈലബിൾ ആണ്. എത്ര നമ്മൾ മാനുക അതിന് ചോദിക്കുന്നത്? ഇതിന് നമുക്ക് 8,40,000 രൂപക്ക് ഫൈനലായിട്ട് കൊടുക്കാം. 8,40 ഒരു ബെസ്റ്റ് പ്രൈസ് ആണ്. സോ നമുക്ക് ഡീസലും ആണ് ഏറ്റവും ഫുൾ ഓൺ അല്ലേ. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറങ്ങാം? ഫുൾ ഓൺ. ഇതും ഫുൾ ഓൺ. ഇത് ഫുൾ ഓണിന്റെ ശാഖരയാണ് അല്ലെ. ഇനി അടുത്തൊരു പ്രീമിയം വെഹിക്കിൾ ആണ് ബെൻസ്. അത് നമുക്കൊരു SUV സെഗ്മെന്റിൽ വരുന്ന ഒരു GLC 220 ആണ്. അപ്പൊ നമുക്ക് നല്ല മൈലേജും സോ നല്ല ഒരു SUV ടൈപ്പിലെ ഒരു പ്രീമിയം വെഹിക്കിൾ, അത് ബഡ്ജറ്റ് റേഞ്ചില്. ബെൻസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത് അത് സെൽഫ് ഡ്രൈവിംഗിന് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. ഓക്കെ. എങ്ങനെയായിരുന്നു? 2016-17 രജിസ്റ്റർ ചെയ്തിട്ടുള്ള 60,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് ചെയ്തിട്ടുള്ള വാഹനമാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പക്കയാണ്. അതും ഒറിജിനൽ കേരള വാഹനം. ഒറിജിനൽ കേരള. സാധാരണ നമുക്ക് പ്രീമിയം വെഹിക്കിൾ ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത് അത് റീവണ്ടി ആണോ എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഒറിജിനൽ കേരള വാഹനം റീവണ്ടികൾ ചെയ്യാറില്ലല്ലോ. ഇല്ല, ഒറിജിനൽ കേരള വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് മാനുസ് കാർ വേൾഡിൽ നിന്നാണ്. അപ്പം ഡീസൽ ഓട്ടോമാറ്റിക്കല് GLC 200. മാനുക ലാസ്റ്റ് റേറ്റ് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇതിന് നമുക്ക് ലാസ്റ്റ് ഒരു 35,75,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഇത് കൊടുക്കാൻ പറ്റും. റീസണബിൾ പ്രൈസ് ആണ്. ഒരു 33 ലക്ഷം വരെ ഇതിന്റെ ലോൺ അവൈലബിൾ ആണ്. അപ്പൊ ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. അത് ഒറിജിനൽ കേരള ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനം. അത് നമുക്ക് വീണ്ടും ഒരു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു അടിപൊളി വാഹനമാണ്. MGയുടെ തന്നെ നമ്മൾ ഹെക്ടർ, അതും ഫുൾ ബ്ലാക്ക് ടോപ്പ് എൻഡ് മോഡൽ. ടോപ്പ് എൻഡ് ലോ കിലോമീറ്റർ 20,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പില്. ഇങ്ങനത്തെ കാറുകളൊന്നും ശരിക്കും ഡീസലിൽ വാങ്ങാൻ കിട്ടാൻ വളരെ റയറായിട്ട് കിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വാഹനമൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ അത്രയും റയർ ആണ്. നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് 15,75,000 രൂപയ്ക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റും. ഇതിന് ഏകദേശം ഫുൾ ആയിട്ട് ലോണും ചെയ്യാം. സോ നമുക്ക് നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാഹനം, നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് ലോ കിലോമീറ്ററിൽ ഡീസൽ വണ്ടി ഫുൾ ഓണില്. അതുകൊണ്ട് ഞാൻ ഒരു കളർ ചേഞ്ച് ആണ്. അത് റെഡ്. അപ്പൊ നമുക്ക് ഷോറൂമിൽ ചെന്ന മാതിരി ഏത് കളർ ഓപ്ഷൻ നമുക്ക് ഇതിന്റെ സിൽവർ ഉണ്ട്, വൈറ്റ് ഉണ്ട്, എല്ലാ ഐറ്റംസും ഇവിടെ റെഡി അല്ലേ. ഓക്കെ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. ഇതൊരു IAS ഓഫീസർ വണ്ടി കൂടിയാണ്. ഇത് ആക്സിഡന്റോ ക്ലെയിമോ ഒന്നുമില്ല. 1,00,000 താഴേക്ക് 90,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള വണ്ടിയാണ്. ആക്സിഡന്റോ ക്ലെയിമോ ഒന്നുമില്ല. ഓക്കെ. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് 11,90,000 രൂപക്ക് ചെയ്യാൻ പറ്റും. ബെസ്റ്റ് പ്രൈസിനാണ് നമുക്ക് ചെയ്യുന്നത്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഏകദേശം ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫുൾ ലോൺ. ഇതെല്ലാം ഫുൾ ലോൺ. ഇതും ഫുൾ ലോൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇത് നമുക്ക് ഇന്ന് SUV ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ച മറ്റൊരു മോഡലാണ് നമ്മുടെ കിയയുടെ സെൽറ്റോസ്. അതും ഫുൾ ബ്ലാക്ക് GT ലൈൻ. എങ്ങനെയായിരുന്നു മാനുക? ഇത് 2020 മോഡൽ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതൊക്കെ സോണറ്റ് കൊടുക്കുന്ന പ്രൈസിന് നമുക്ക് കൊടുക്കാൻ പറ്റാതാണ് ഇതിന്റെ. സോണറ്റിന്റെ പ്രൈസിനാണ് നമ്മൾ സെൽറ്റോസ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. അതും GT ലൈൻ ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ഇല്ല മാനുക. എങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ് പറഞ്ഞാൽ മാനുക? നമുക്ക് ഇത് ലാസ്റ്റ് 11,90,000 രൂപക്ക് കൊടുക്കാൻ പറ്റും. അന്വേഷിച്ചോളൂ നിങ്ങൾ. GT ലൈൻ ആണ് അത് നമുക്ക് ടോപ്പ് എൻഡ്. ഇതൊക്കെ നമ്മൾ 100% വാറന്റി, ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലാതെ 100% വാറന്റിയിലാണ് ഈ വാഹനം കൊടുക്കുന്നത്. ഫുൾ ഓൺ ചെയ്യാം. ഇത് അടുത്ത ഫുൾ ബ്ലാക്ക് ക്രെറ്റ.
യെസ്. അപ്പൊ ഏത് ടൈപ്പ് SUV ആണെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ട്. അതും ബ്ലാക്ക് ആണ് SUV അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടല്ലോ. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2021 മോഡലാണ്, 80,000 കിലോമീറ്റർ ഡോക്ടർ ഓണർഷിപ്പിൽ വരുന്ന ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്ത ഡീസലാണ്. ഡീസൽ വണ്ടിയാണ്. അത് നമുക്ക് അത്രയും ഫീച്ചർ ലോഡർ ആണ് വണ്ടി വരുന്നത്. അതെ. സോ നമുക്ക് മാനുക എത്രയായിരുന്നു ആസ്കിംഗ് പ്രൈസ് എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് ലാസ്റ്റ് 11,25,000 രൂപക്ക്. 11,25. ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിന്റെ ഒരു വെന്യൂ നോക്കണം, ആ വെന്യൂന്റെ റേറ്റിന് ക്രെറ്റ ഉണ്ടാവുന്നതാണ്. ഡീസലാണ്. അത് നമുക്ക് സിംഗിൾ ഓണർഷിപ്പ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊക്കെ ഒരു 25,000 ഉണ്ടെങ്കിൽ സന്തോഷം, ഇല്ലെങ്കിൽ ഫുൾ ഓണാ. ഫുൾ ഓൺ എന്തായാലും 25,000 50,000 പറഞ്ഞോളൂ, കാരണം എല്ലാം ഫുൾ ഓണിന് കൊടുക്കണം. കുറച്ച് അപ്പൊ ഇനിയിപ്പോ ഒരു സാധാരണ കസ്റ്റമർ ആണെങ്കിൽ 10-25 രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം. അപ്പൊ ഇതിന്റെ ഇടയിൽ ചെറുവാഹനങ്ങൾ ഇല്ല എന്നുള്ള സങ്കടം വേണ്ട. ഇതിൽ തന്നെ വേറൊരു കാര്യം, കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇത് കിട്ടില്ല, എലിജിബിൾ ആയ ആളുകൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അതും കൂടെ നമ്മള് ട്രാക്ക് ഒരു ഘടകമാണ്. ട്രാക്ക് ഇല്ല. ഇത് നമുക്കൊരു ചെറുവാഹനം ഇല്ല എന്നുള്ള സങ്കടം വേണ്ട. നമുക്ക് ഇതാണ് നല്ലൊരു കിടിലൻ i20. അത് ഡുവൽ ടൂൺ ആണ് വരുന്നത്. ഡീസൽ അല്ലേ മാനുക? ഡീസൽ ഏകദേശം 18-20 തന്നെ മൈലേജ് കിട്ടുന്ന വണ്ടി. അത് നമുക്ക് പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? 2016 9,20,000 ഒരു ആസ്റ്റ ഓപ്ഷനിൽ ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. അത് നമുക്ക് പുഷ്പട്ട് സ്റ്റാർട്ടിങ്, കീലെസ് എൻട്രി, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC എന്ന് വേണ്ട അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു സെഗ്മെന്റില് എന്തെല്ലാം ഫീച്ചേഴ്സ് ഉൾക്കൊള്ളിക്കുക അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വാഹനം. എത്ര നമ്മൾ വാങ്ങിക്കാൻ ചോദിക്കുന്നത്? 5,25,000 രൂപയ്ക്ക് ഫുള്ള് ലോണും കൊടുക്കാൻ പറ്റും. 5,25,000 അത് ഫുൾ ലോൺ ആണ് അല്ലെ? ചെറുവണ്ടിയാണ്, ഡീസൽ വണ്ടി. ഇത് നമുക്ക് വീണ്ടും ഒരു കിഡ്ലൻ സെഡാൻ ആണ്, ഹോണ്ടയുടെ സിറ്റി. എങ്ങനെയായിരുന്നു മാനിക്ക ഡീറ്റെയിൽസ്? 2017 മോഡൽ, 50,000 കിലോമീറ്റർ. അത് പറയുന്ന പോലെ തന്നെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. S ആണ് വേരിയന്റ്. ഇത് നമുക്ക് ഫൈനല് 6,10,000 രൂപക്ക് കൊടുക്കാൻ പറ്റും. ഫുള്ള് ലോണും കൊടുക്കാൻ പറ്റും. 6-10 ഫുൾ ലോൺ അല്ലെ? ഇതിന്റെ നേരെ അനുജൻ എന്ന് പറയാം, ഹോണ്ടയുടെ തന്നെ അമേസ് ആണ്. ഒന്നുകൂടി ഫാമിലീസ് കൂടുതൽ ചൂസ് ചെയ്യുന്ന വാഹനം. ഡീസലാണ്. ലോങ് ഡ്രൈവിൽ ഏകദേശം 24 വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയാണ് വാങ്ങിക്കാൻ ഡീറ്റെയിൽസ്? ഇത് 2018-19 രജിസ്റ്റർ ചെയ്തിട്ട് സിംഗിൾ ഓണർഷിപ്പിൽ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത ന്യൂ ഷേപ്പിൽ വരുന്ന വാഹനമാണ്. ഡീസലാണ്. ഡീസൽ വണ്ടിയാണ്. നമുക്ക് 6,90,000 രൂപക്ക് കൊടുക്കാൻ പറ്റും. 6,90,000 ഒരു ബെസ്റ്റ് പ്രൈസിന്, ഒരു ആഷ് ബാഗിന്റെ പ്രൈസിന് ഒരു കിട്ടുന്ന ഡീസൽ സെഡാൻ കൊണ്ടുപോകാം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് 5.5 ലക്ഷം രൂപ ലോൺ ചെയ്യാം. 5 ലക്ഷം രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം. ദെൻ വീണ്ടും നമുക്കൊരു ക്യൂട്ട് വെഹിക്കിൾ ആണ്, ഓൾട്ടോസ്. അതും ഡുവൽ ടൂണ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് ടാറ്റയുടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ 4 സ്റ്റാർ റേറ്റിംഗ് അടക്കം വരുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് മാനുക? ഇത് 2020 മോഡല്, 21 രജിസ്ട്രേഷൻ, 50,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, അൾട്രോസ് XZ പ്ലസ് ആണ്. ഓക്കെ. അത് നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡ് ആംബിയൻ ലൈറ്റിംഗ് അടക്കം വരുന്ന ഒരു വണ്ടിയാണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ? നല്ല ഫാൻസി നമ്പർ വരുന്നുണ്ട്. കിലോമീറ്റർ 50,000 കിലോമീറ്റർ, 5,000 ഫാൻസി നമ്പർ, എല്ലാം കണക്റ്റഡ് ആണല്ലേ? എങ്ങനെയായിരുന്നു നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് 5,35,000 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. ഇതുമാതിരി 5.25 വരെ ലോണും അവൈലബിൾ ആണ്. ഇതിൽ ക്യാഷ് ബാക്കും അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. താർ ഇവിടെ ഉണ്ട്. അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു കിടിലൻ വാഹനം. മാനിക്ക് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2021 മോഡല്, 20 മോഡല്, 21 രജിസ്ട്രേഷന്, ഓട്ടോമാറ്റിക് ആണ്, ഡീസലാണ്. ഡീസൽ ഓട്ടോമാറ്റിക്കല് അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സും നമുക്ക് ഓഫ് റോഡ് സിഗ്നൽ അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. 80,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ്. നല്ല അടിപൊളി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത് നമുക്ക് കിടിലൻ വണ്ടിയില്ല. മാർക്ക് എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമുക്ക് 14,90,000 രൂപയ്ക്ക് ഡീസൽ ഓട്ടോമാറ്റിക് കൊടുക്കാൻ പറ്റും. 14,90,000 ഡീസൽ ഓട്ടോമാറ്റിക്കലി ബ്ലാക്ക് കളറിലുള്ള ഫുൾ ബ്ലാക്ക് വരുന്ന എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു അടിപൊളി വാഹനം. ഇത് നമുക്ക് ഹൈ റൈഡർ. നമുക്ക് ഇന്ന് ആളുകളെ നമുക്ക് ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്ഷനാണ് നമുക്ക് ഹൈബ്രിഡ് വാഹനങ്ങൾ. അതിൽ പെട്ട നമുക്ക് ടയോട്ടയുടെ ഏറ്റവും മാർക്കറ്റുള്ള ഒരു വാഹനമാണ് ഹൈ റൈഡർ, അതും ഡുവൽ ടൂൺ. എങ്ങനെയായിരുന്നു മാനക്ക് അതിന്റെ ഏറ്റവും ടോപ്പ്? 2023 50,000 കിലോമീറ്റർ, ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നമുക്ക് 20,90,000 രൂപക്ക് ഫൈനലിൽ കൊടുക്കാൻ പറ്റും. 20,90,000 ഫൈനൽ റേറ്റ് ആണ്. അത് നമുക്ക് ഓട്ടോമാറ്റിക് കൂടിയാണ് വരുന്നത്. ഏകദേശം 27-28 കമ്പനി മൈലേജ് പറയുന്ന വാഹനമാണ്. സോ ഡെയിലി യൂസിന് ഒരു ബൈക്ക് കൊണ്ടെടുക്കുന്നതിനേക്കാൾ ലാഭമാണെന്ന് പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അല്ലെ? നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഒരു 1.5 ലക്ഷം രൂപ ഇറക്കാൻ പറ്റും. 1.5 ലക്ഷം രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇത് നമുക്കൊരു കിടിലൻ വാഹനം. എല്ലാ ജനറേഷനിലെ ആളുകളും നമ്മള് താറ് പോലെ തന്നെ കൂടുതൽ അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് റെഡ് പോളോ അല്ലെ? എങ്ങനെയായിരുന്നു മാനിക്ക? 2018 മോഡൽ പെട്രോൾ ആണ്, 50,000 കിലോമീറ്റർ ആണ് ഇത് ഓടിയിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 5,25,000 രൂപയ്ക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റും. 5,25,000 ലാസ്റ്റ് പ്രൈസ് ആണ്, ക്യാഷ് പ്രൈസ് ആണ്. അതും ലോ കിലോമീറ്റർ വാഹനം, ഫുൾ ഇസ്റ്ററൊക്കെ അവൈലബിൾ ആയിട്ടുള്ള അടിപൊളി വാഹനം. അവർക്ക് എത്ര വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക്
ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. 50,000 രൂപക്ക് ഇറക്കാം, അതും ലോ കിലോമീറ്റർ ഓടിയുള്ള ഒരു കിടിലം വണ്ടി അല്ല. അടുത്തോടെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു 7 സീറ്റർ നോക്കുന്നവർക്ക് അതും മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ ഹോണ്ടയുടെ BRV അല്ലെ. എങ്ങനെയായിരുന്നു മാനുക ഡീറ്റെയിൽസ്? ഇത് 2016 മോഡലാണ്, 1,30,000 കിലോമീറ്റർ ഡീസലാണ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് തന്നെ 6,10,000 രൂപക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. 6,10 ചെറിയൊരു പ്രൈസിന് ഒരു 7 സീറ്റർ ഡീസൽ വണ്ടി, 17-18 തന്നെ മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ ആണ്. അതും നമുക്ക് ഡിപ്പെൻഡബിളി നോക്കുമ്പോൾ ചെറിയ മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ. പക്ഷെ നമുക്ക് എത്ര വണ്ടി ഇറക്കാൻ മാനുക? ഇത് നമുക്ക് ഏകദേശം ഒരു 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. ബാക്കി ചെറിയ പൈസ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇത് വീണ്ടും നമുക്കൊരു കിടലൻ 7 സീറ്ററുള്ള ഒരു അടിപൊളി കളക്ഷൻസ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ ഒരു മഹീന്ദ്ര SUV 500 ഒരു കിടലൻ കളർ ഫുൾ ബ്ലാക്ക് ഇല്ല മാനുക. അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സും വൈഡ് വീലും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത രൂപത്തിൽ നല്ല ക്യൂട്ടായിട്ട് ചെയ്തിട്ടുള്ള അടിപൊളി വെഹിക്കിൾ ആണ്. സോ അതും ഡീസൽ ഓട്ടോമാറ്റിക് കൂടിയാണല്ലോ മാനുക. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2016 ആണ്, ഓട്ടോമാറ്റിക് ആണ്, 1,10,000 കിലോമീറ്റർ ഓടിയിട്ട് നല്ല നീറ്റായിട്ട് ഉപയോഗിച്ച വണ്ടിയാണ്. ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്ത് എക്സ്ട്രാ വീലെല്ലാം ചെയ്ത ഈ വാഹനത്തിന്റെ വില നമുക്ക് 9 ലക്ഷം രൂപയ്ക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റും. 9 ലക്ഷം രൂപ. എത്ര വണ്ടി ഇറക്കാം? ഇത് 50 രൂപ ഇറക്കാൻ പറ്റും. സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഇത് വീണ്ടും നമുക്കൊരു താർ തന്നെയാണ് വന്നിട്ടുള്ളത്. അതെ. ഇതെങ്ങനെയായിരുന്നു മാനുക ഡീറ്റെയിൽസ്? ഇത് 2020-21 രജിസ്ട്രേഷന് ആക്സിഡന്റോ ക്ലെയിമോ ഒന്നുമില്ല, നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ള വാഹനം തന്നെയാണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 13,10,000 രൂപ കൊടുക്കാൻ പറ്റും. 13,10. ഇതിന്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഫുൾ ലോഡ് ആണ്. ഇത് മാനുവലില് ഏറ്റവും ഫുൾ ലോഡ്, അത് നല്ല അടിപൊളി കളർ കൂടിയാണ് നമുക്ക് ഇത് വരുന്നത് അല്ലേ. നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 1 ലക്ഷം രൂപ ഇറക്കാം. സുഖമായിട്ട് വണ്ടി ഇറക്കാം. വീണ്ടും ഒരു SUV 500 തന്നെയാണ്, കളർ ചേഞ്ച് ആണ്. ഇതും നമുക്ക് അത്യാവശ്യം ആളുകളെ എൻക്വയറി കൂടുതൽ നമ്മൾ റോഡിൽ കാണുന്ന ഒരു കളർ കൂടിയാണ്. ഇതെങ്ങനെയാണ് മാനുക? 2017. ഇത് ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ പ്രൈസ് തന്നെ നമുക്ക് ഒരു 8 ലക്ഷം രൂപക്ക് ഇത് കൊടുക്കാനും പറ്റും. 8.25 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 8.25 ലക്ഷം രൂപ ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ ചെയ്യാം. ഇത് നമുക്കൊരു ടെറാന കൂടി വരുന്നുണ്ട്. അത്യാവശ്യം മൈലേജും ലോ മെയിൻ്റനൻസും ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഡീസൽ ഏകദേശം 18-20 മൈലേജും പ്രതീക്ഷിക്കാം അല്ല മാനുക. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2016 ആണ്, 90,000 കിലോമീറ്റർ ആണ്, ആക്സിഡന്റ് ക്ലെയിമോ ഒന്നുമില്ല. ഇതിന്റെ പ്രൈസ് നമുക്ക് 5,30,000 രൂപ കൊടുക്കാൻ പറ്റും. 5.30 ഒരു ബെസ്റ്റ് പ്രൈസിന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് അത്യാവശ്യം നല്ല കളക്ഷൻസുകൾ ഉണ്ട്. നമുക്ക് ഇനി ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഏത് വാഹനങ്ങളും ആണെങ്കിലും നമുക്ക് ഇവിടെ കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ്. കാരണം നമുക്ക് ഇവിടെ നിലവിലുള്ള ഇതാണ്. നമുക്ക് ഇതിന്റെ പുറമെ ഒരു യാർഡ് കൂടി ഉണ്ടല്ലേ മാനുക. നമുക്ക് ഒരു പുതിയൊരു വിശാലമായ ഒരു യാർഡ് കൂടി ഓൺ വർക്കിലാണ്. അവിടെ നമുക്ക് കുറച്ച് വെഹിക്കിൾസ് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ നമുക്ക് ഏത് റേഞ്ചിൽ ഏത് വാഹനങ്ങളും ആണെങ്കിലും നമുക്ക് ചെറുകാർ മുതൽ പ്രീമിയം കാർ വരെ നമുക്ക് മാനുക അറേഞ്ച് ചെയ്ത് കൊടുക്കാം അല്ലെ. നമുക്ക് ലൊക്കേഷൻ പറഞ്ഞാൽ അതായത് മലപ്പുറം ജില്ലയിലെ വെള്ളമ്പ്രം, കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് 12 കിലോമീറ്റർ, മലപ്പുറം ടൗണിൽ നിന്ന് 10 കിലോ, കോഴിക്കോട് ഭാഗത്തേക്ക് 10 കിലോമീറ്റർ, മഞ്ചേരി ടൗണിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് 10 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ മാനൂസ് കാർ വേൾഡിലെത്തും. നമ്മുടെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ മാനൂസ് കാർ വേൾഡ് അടിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വാറണ്ടി ഉണ്ട്. നമുക്ക് ഓതറൈസ്ഡ് ആയിട്ടുള്ള RTO അപ്രൂവ് ആയിട്ടുള്ള ഷോറൂം കൂടിയാണ്. സോ ടെൻഷൻ ഫ്രീ ആയിട്ട് ഈവൻ ലേബർ കോസ്റ്റ് വരെ നമുക്ക് സ്കീമിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. സോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് മിസ്സാക്കേണ്ട, മാക്സിമം ഷെയർ ചെയ്യുക. നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ, നിങ്ങളെ ട്രാക്ക് കാര്യങ്ങളൊക്കെ പക്കയാണെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്കിലും ഈവൻ 0 ഡൗൺ പേയ്മെന്റിലും ഒത്തിരി വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. അതും പക്ക ലോ കിലോമീറ്റർ വാഹനങ്ങളാണ്. സോ ലൊക്കേഷനൊക്കെ ഓൾറെഡി മാനുക പറഞ്ഞു. മാക്സിമം ഷെയർ ചെയ്യാൻ നല്ല അടിപൊളി കമന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് ആൻഡ് മാനുക സൈനിങ് ഓഫ്.